പശുക്കളെ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് നാം കാണുന്നത്. ഗോമാതാവ് എന്നും കാമധേനു എന്നുമൊക്കെ പശുവിനെ നാം വാഴ്ത്തുന്നു. ഗോക്കളുടെ സാന്നിധ്യമുള്ള കൃഷിയിടം നല്ല വിളവ് നൽകും എന്ന് പുരാതന കാലം മുതൽ കർഷകർ കണ്ടറിഞ്ഞതാണ്. ചാണകവും ഗോമൂത്രവും ചെടികളുടെ വളർച്ചയ്ക്കും പാൽ, തൈര്, നെയ്യ് എന്നിവ മനുഷ്യന് ഭക്ഷണമായും ഉപയോഗിക്കുന്നു. ഈ 5 പദാർത്ഥങ്ങൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്ന ഉൽപ്പന്നമാണ് പഞ്ചഗവ്യം. വേദങ്ങളിലും വൃക്ഷായുർവേദത്തിലും പഞ്ചഗവ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പണ്ടുതൊട്ടേ കർഷകർ പഞ്ചഗവ്യം നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. പഞ്ചഗവ്യത്തിന്റെ ചേരുവകൾ ഇവയാണ്: പച്ചച്ചാണകം 5 കിലോ, പശുവിൻ നെയ്യ് 1/2 കിലോ, പശുവിൻ പാൽ 2 ലിറ്റർ, ഗോമൂത്രം 5 ലിറ്റർ, പുളിച്ച തൈര് 2 ലിറ്റർ, ഈസ്റ്റ് 2 ടീസ്പൂൺ, കരിക്കിൻ വെള്ളം 2 ലിറ്റർ, ചെറുപഴം 1/2 കിലോ. പഞ്ചഗവ്യം തയ്യാറാക്കുന്നതിന് ആദ്യമായി 5 കിലോ ചാണകം എടുത്ത് നിരത്തുക. ഇതിനു മുകളിലായി നെയ്യ് ഒഴിക്കുക. ചാണകവും നെയ്യും നന്നായി കുഴയ്ക്കുക. ഈ മിശ്രിതം ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലെടുത്ത് തുണി കൊണ്ട് മൂടിക്കെട്ടി തണലത്ത് 4 ദിവസം സൂക്ഷിക്കണം. അഞ്ചാം ദിവസം മൂടി തുറക്കുക. എന്നിട്ട് പാലൊഴിച്ച് ഇളക്കി ചേർക്കുക. തുടർന്ന് പുളിച്ച തൈര്, ഗോമൂത്രം എന്നിവയും ചേർത്തിളക്കണം. ശർക്കര വേറൊരു പാത്രത്തിൽ അരിഞ്ഞിട്ട് വെള്ളം ചേർത്തിളക്കുക. പഴം തൊലി കളഞ്ഞ് ഞവിടി ശർക്കര വെള്ളത്തിൽ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇതിനൊപ്പം കരിക്കിൻ വെള്ളവും ചേർക്കണം. ശർക്കര, പഴം, കരിക്കിൻ വെള്ളം മിശ്രിതം ബക്കറ്റിലെ മിശ്രിതത്തിൽ ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുക. തുടർന്ന് ഈസ്റ്റ് ചേർത്തിളക്കിയ ശേഷം ബക്കറ്റ് വീണ്ടും മൂടിക്കെട്ടി വെക്കുക. ബക്കറ്റ് തണലത്ത് 2 ആഴ്ച സൂക്ഷിച്ചു വെക്കണം. ദിവസേന മൂടി തുറന്ന് മിശ്രിതം നന്നായി ഇളക്കി കൊടുക്കണം. കൂടുതൽ ഇളക്കുംതോറും മിശ്രിതത്തിൽ വായുസഞ്ചാരം വർദ്ധിക്കും. സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുവാൻ ഇത് സഹായിക്കും. 2 ആഴ്ച കഴിയുമ്പോഴേക്കും പഞ്ചഗവ്യം തയ്യാറാകും. പഞ്ചഗവ്യത്തിൽ സൂക്ഷ്മാണുക്കൾ, സസ്യമൂലകങ്ങൾ, ഹോർമോണുകൾ, വിറ്റമിനുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്.
വിവിധ വിളകൾക്ക്, അത് പച്ചക്കറി ആയാലും ശരി, വാനില, നെല്ല്, വാഴ തുടങ്ങിയ ഏത് വിളകൾക്കും ഈ പഞ്ചഗവ്യം ഇന്ന് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാമെന്ന് കണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പച്ചക്കറികളിലാണെങ്കിൽ അതിൻ്റെ പുഷ്പിക്കലും അതിൽ കൂടുതൽ ഫലങ്ങൾ പിടിക്കുന്നതിലും വർദ്ധിച്ച് കാണുന്നുണ്ട്. കുരുമുളക് പോലുള്ള വിളകളിലാണെങ്കിൽ അതിലെ മണികളുടെ കൂടുതൽ വരികയും പിന്നെ അതുമാത്രമല്ല അതിലെ കുമിൾ രോഗങ്ങൾക്കെതിരായിട്ട് ഇത് ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് വാഴ കൃഷിക്ക് ഇത് മിക്കവാറും ചെയ്യുന്നത് അതിൻ്റെ കൂമ്പൊടിച്ച് അതിൽ പഞ്ചഗവ്യം ഒരു ചെറിയ തോതിൽ അതിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാഴപ്പഴങ്ങളുടെ മുഴുപ്പും അത് മാത്രമല്ല അതിൻ്റെ സ്വാദിലും വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കിയ പഞ്ചഗവ്യം 200 മില്ലിലിറ്റർ എടുത്ത് 10 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിക്കുക. എന്നിട്ട് 20 മിനിറ്റ് നേരം നന്നായി ഇളക്കിയ ശേഷം അരിച്ചെടുത്ത് ഇലകളിൽ തളിക്കാം. ഒരു ലിറ്റർ പഞ്ചഗവ്യം 10 ലിറ്റർ വെള്ളവുമായി ചേർത്ത് ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുന്നതും നല്ലതാണ്. വെള്ളായണി കാർഷിക കോളേജിൽ പച്ചക്കറിയായി ഉപയോഗിക്കുന്ന കുറ്റിപ്പയറിൽ ഞങ്ങൾ പഞ്ചഗവ്യം പ്രയോഗിച്ചു നോക്കി. 10 പ്രാവശ്യം നേർപ്പിച്ച പഞ്ചഗവ്യം ഉപയോഗിച്ചപ്പോൾ ഏകദേശം ഉൽപ്പാദനം 1 ഹെക്ടറിന് 1 ടണ്ണോളം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അത് ഗണ്യമായ ഒരു വർധനവാണ്. പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്ന പയറിൻ്റെ വില നോക്കുമ്പോൾ 1 ടൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പഞ്ചഗവ്യം കൊണ്ട് സാധിച്ചു എന്നുള്ളത് ഗണ്യമായൊരു നേട്ടമാണ്. പച്ചക്കറികൾ, പൂച്ചെടികൾ, വനില, വാഴ, മറ്റു പഴച്ചെടികൾ, ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക്, നെല്ല് എന്നീ വിളകൾക്ക് പഞ്ചഗവ്യം തളിക്കാം. പഞ്ചഗവ്യം തളിക്കുന്ന ചെടികൾ നേരത്തെ പൂക്കുന്നതായി കണ്ടിട്ടുണ്ട്. നെൽച്ചെടികളിൽ പഞ്ചഗവ്യം തളിച്ചാൽ 10 ദിവസം മുമ്പേ കൊയ്യാമെന്നും കൂടാതെ വിളവ് വർദ്ധിക്കുന്നതായും കണ്ടിട്ടുണ്ട്.